വചനം പറയുക, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളയുവാൻ ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചു കെട്ടുവാൻ നിന്റെ ഈ അധികാരത്തിന് കഴിവുണ്ട്. ഹല്ലേലൂയ. കേവലം മനുഷ്യനെ നശിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ആയുധത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. എനിക്കെതിരെ ഉയർന്നു നിൽക്കുന്ന ശത്രുവിനെ, എന്നെ പരിഹസിക്കുന്ന മനുഷ്യനെ നാളെ എൻ്റെ കൂടെ കയ്യും പിടിച്ച് ആരാധനയ്ക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഈ അഭിഷേകത്തിന് കഴിവുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് ആമേൻ പറയും? മനുഷ്യന്റെ കയ്യിലെ ആയുധങ്ങൾ മനുഷ്യനെ നശിപ്പിക്കുമ്പോൾ മനുഷ്യൻ ആയുധമെടുത്തവൻ ആയുധത്താൽ തീർന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് എൻ്റെ ദൈവം നിനക്ക് നൽകുന്ന ആയുധത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അതൊരു മനുഷ്യനെ നശിപ്പിക്കാനല്ല, അതൊരു മനുഷ്യനെ തീർത്തു കളയുവാനല്ല, അതൊരു മനുഷ്യനെ തകർക്കുവാനല്ല, അവനെ പണിയുവാൻ തക്കവണ്ണം അവന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനോട് എതിരിടുവാൻ തക്കവണ്ണം ദൈവത്തിനെതിരെ ചലിക്കുന്ന അവന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് ആഴങ്ങളെ പിടിച്ചു കെട്ടുവാൻ തക്കവണ്ണം നിന്റെ ഉള്ളിലിരിക്കുന്ന ഈ അധികാരത്തിന് ശക്തിയുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേര് ആമേൻ പറയും? എന്റെ സുവിശേഷം ആരെയും കൊല്ലുന്നതല്ല, എന്റെ സുവിശേഷം ആരെയും കരയിപ്പിക്കുന്നതല്ല, എന്റെ സുവിശേഷം ആരെയും വേദനിപ്പിക്കുന്നതല്ല, എന്റെ സുവിശേഷം ആരെയും തകർക്കുന്നതല്ല. ഞാൻ ഉയർത്തുന്ന ക്രിസ്തു അത് പണിയുന്നവനത്രേ. നമ്മൾ ഉയർത്തുന്ന ദൈവം അത് തകർത്തിട്ടേച്ചു പോകുന്നതല്ല. നീ തകർന്ന എവിടങ്ങളുണ്ടെങ്കിൽ, നീ തകർന്ന മേഖലകളുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ നിന്നെ നോക്കി തകർത്തിട്ട മേഖലകൾ നിനക്കുണ്ടെങ്കിൽ ഇന്ന് കർത്താവിനോട് പറ, തകർക്കുവാനല്ല എൻ്റെ സുവിശേഷം, തകർന്നിരിക്കുവാനല്ല എന്നെ വിളിച്ചത്, തകർന്നു തരിപ്പണമാകുവാനല്ല എന്നെ വിളിച്ചത്. ചാരത്തിൽ നിന്ന് അബ്രഹാം വിശ്വസിച്ച കാര്യമുണ്ട്. ഈ ചാരത്തിൽ നിന്ന് എൻ്റെ ദൈവത്തിന് ഒരു പുത്രനെ തരുവാൻ കഴിയുമെങ്കിൽ അവൻ എന്നോട് നിന്റെ പുത്രനെ, നീ സ്നേഹിക്കുന്ന പുത്രനെ കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ എന്തിനും മടിക്കണം, ഞാൻ എന്തിനും മടിക്കണം. ഹല്ലേലൂയ. ഇത് നിന്റെ ആയുധം അത് ഈ ലോകത്തിൻ്റെതല്ല. നിന്റെ ആയുധം ഈ ലോകത്തിന് കാണാൻ പറ്റുന്നതല്ല. നിന്റെ ആയുധം ഈ ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല.